എനിക്കൊണ്ട് എത്രയോ നാള് മുമ്പേ കിട്ടേണ്ട ബ്രേക്കാണ് ഇപ്പൊ തുടരുമ്പിൽ കിട്ടിയിരിക്കുന്നത്. അതിന് ആദ്യം ഒരു വലിയൊരു കൈഡിയുണ്ട്. മോളെ എങ്ങനെയുണ്ടായിരുന്നു തുടരും കണ്ടിട്ട്? എങ്ങനെയുണ്ടായിരുന്നു അച്ഛന്റെ? ഭയങ്കര പ്രൗഡ് ഫീലിംഗ് അല്ലേ അച്ഛന്. ലാലേട്ടനെ ഞാൻ ഭയങ്കര ഒരു ലാലേട്ടന്റെ ഫാനാണ്. അപ്പൊ ലാലേട്ടന്റെ പുറകെ ഇരുന്ന അച്ഛനെ കണ്ടു ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു. സത്യം. ലാലേട്ടനെ കൊണ്ട് വഷളാക്കുന്ന മനുഷ്യൻ. മറ്റേ ഇക്കിളിന്റെ സീനൊക്കെ ഉണ്ടല്ലോ, അല്ല അത് അത്രയും വലിയൊരു ചിത്രത്തിന്റെ ഭാഗം, അത്രയും നല്ലൊരു പടത്തിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് തരുൺ സാറിനോടും രഞ്ജിത് സാറിനോടൊക്കെ ഉള്ള നന്ദി. നമുക്ക് കൂടുതൽ സംസാരിക്കാം. മാത്രമേ ബാക്കി കാര്യങ്ങളുണ്ട്, കുറെ കഥകളുണ്ട് ഈ പുള്ളി കാരണം. ഞാൻ അടുത്ത ആളിനെ വിളിക്കട്ടെ. നിങ്ങൾക്ക് എതിരാളികളുണ്ട്, നിങ്ങളുടെ എതിരാളികളെ വിളിക്കട്ടെ. ഞങ്ങളുടെ സുഹൃത്തുക്കൾ കളി തുടങ്ങുമ്പോഴും അങ്ങനെ പറയണം. അതാണ് നമുക്ക് ഇത് ഓഡിഷനിലൂടെ നമുക്ക് കിട്ടിയതാണ്. ഇവരെ അദ്ദേഹത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ മുന്നോട്ട് വന്ന് നിൽക്കുന്ന ഒരു ഫോറസ്റ്റ് ഓഫീസറാണ് അദ്ദേഹം. അപ്പൊ ഒറ്റപ്പാലത്ത് നിന്നും സുജിത് ചന്ദ്രൻ ആൻഡ് എൽസ ജോസഫ്. ലെറ്റ്സ് വെൽക്കം. സുജിത് ഫോറസ്റ്റ് ഓഫീസറാണ്. ഫോറസ്റ്റ് ഓഫീസറാണ്. എവിടെ വർക്ക് ചെയ്യുന്നത്? പാലക്കാട് ഡിവിഷൻ ഒറ്റപ്പാലം റേഞ്ചില് തിരുവാഴിയൂർ സെക്ഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ട് ജോലി ചെയ്തത്. അപ്പൊ സുജിത് ചന്ദ്രൻ എൽസ ജോസഫും കേൾക്കുമ്പോ ഒരു പ്രണയ വിവാഹത്തിന്റെ ലക്ഷണങ്ങൾ കേൾക്കുന്നല്ലോ. അതെ, പ്രണയമായിരുന്നു. ആണല്ലേ? എന്താണ് സംഭവം? ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടാണ്. ഫേസ്ബുക്കില്? ഒറ്റപ്പാലത്തപ്പ അന്ന് പുള്ളി ഫോറസ്റ്റ് ഓഫീസറാണോ? അന്ന് ഒറ്റപ്പാലത്തല്ലായിരുന്നു, അട്ടപ്പാടിയിലായിരുന്നു. അട്ടപ്പാടിയില് എന്തായിരുന്നു അതിന്റെ കഥ? പെട്ടുപോയില്ലേ? മിഥുനേട്ടാ, നമ്മളെ ഈ ഫേസ്ബുക്കിൽ വരുമ്പോ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ ഇന്ന് വിളിക്കട്ടെ, നാളെ വിളിക്കട്ടെ, ഇതാണ് നമ്മുടെ നമ്മൾ കൊടുത്ത റിക്വസ്റ്റ്. എല്ലാവർക്കും കൊടുത്തു, ഇവിടെയും കൊടുത്തു. ഒരെണ്ണം ക്ലിക്ക് ആയി. ഞാൻ ഒരു സംഭവം കേട്ടു, അത് പറയാമെങ്കിൽ. ഒരു ചെറിയ ഒരു പ്രശ്നത്തിലൂടെ പോയിട്ടാണ് ഇപ്പൊ വന്നതെന്ന് പറഞ്ഞു. ഒരു സസ്പെൻഷനോ കാര്യങ്ങളോ? ഒരു സസ്പെൻഷനിലാണ് ഇപ്പൊ നിലവില്. ഇപ്പൊ സസ്പെൻഷനിലാണ്. തിരിച്ചു കയറിയിട്ടില്ല. ഒരു സസ്പെൻഷനും റിമാൻഡ് നമ്മളെ ഈ സിനിമയിലൊക്കെ കണ്ട് ശീലിച്ച ജയിൽ ജീവിതമൊക്കെ അനുഭവിച്ച് വന്നിരിക്കുകയാണ്. നമ്മുടെ നമ്മുടെ റണ്ണിങ് കേസ് ആയതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു വിജിലൻസ് കേസാണ്. 2ാം പ്രതിയായിട്ടാണ് ഉള്ളത്. ഞാൻ നിരപരാധിയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്നതും ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഇപ്പൊ വന്നിരിക്കുന്നതും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് കുറ്റബോധം കൊണ്ടല്ലാതെ കണ്ണുനീര് വരുമെന്നും നമ്മൾ ചെയ്യാത്തൊരു കാര്യങ്ങൾ കഥ അറിയാത്ത ആളുകൾ ഒരുപാട് കഥകൾ അത്തരത്തിലുള്ള വലിയൊരു ട്രോമ നമ്മളെ അത്രയും നന്നായിട്ട് അറിയുന്ന സഹപ്രവർത്തകർ ഉൾപ്പെടെ നമുക്കെതിരെ തിരിയുക, അങ്ങനെ ഒരുപാട് വലിയ ഒരു ഫേസിലൂടെ കടന്നുപോയി. ഫാമിലിയുടെയും കുറെ നല്ല ഒരുപാട് സുഹൃത്തുക്കളുടെയും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ഒരുപാട് നല്ല സാറുമാരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഈ വേദിയിൽ നിൽക്കുന്നത്. തന്നെ മിഥുനേട്ടനൊക്കെ കാണാൻ പറ്റിയത് തന്നെ അതുകൊണ്ടാണ്. അച്ഛനും അമ്മയും ചേച്ചിയും വൈഫിന്റെ അമ്മയും വന്നിട്ടുണ്ട്. നമസ്കാരം. 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 കട്ടക്ക് നിങ്ങളൊക്കെ കൂടെ ഉള്ളപ്പോ പിന്നെ എന്തിനല്ലേ ടെൻഷൻ? അതാണ് നമ്മുടെ